നിരവധി നൂതന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് MG സർവകലാശാല ബജറ്റ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സംരംഭകത്വം എന്നിവയ്ക്കാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. 658.7 കോടി രൂപ വരവും 685.7 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, സംരംഭകത്വം, നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ആരായാൻ ഗവേഷണ കേന്ദ്രം, കമ്മ്യൂണിറ്റി റേഡിയോയും ഉപഗ്രഹ വിക്ഷേപണവും എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള 2026-27 വർഷത്തേക്കുള്ള ബജറ്റാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത്. 658.7 കോടി രൂപ വരവും 685.7 കോടി രൂപ ചെലവും 27 കോടി രൂപ കമ്മിയും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. നമ്മുടെ അതിൻ്റെ ബഡ്ജറ്റിൽ 26-27 വർഷത്തെ ബഡ്ജറ്റിൽ 658.7015 കോടി രൂപയുടെ വരവും 685.7481 കോടി രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്ന 27 കോടി കമ്മിയുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് ജോബ് കിട്ടുക എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റമാണ്. വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ സിൻഡിക്കേറ്റിന്റെ ധനകാര്യ ഉപസമിതി കൺവീനർ P. ഹരികൃഷ്ണനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സർവകലാശാലയെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക, നമ്മളുടെ തൊട്ടടുത്ത പ്രാദേശിക തലത്തിൽ ശരിയായ വണ്ണം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉപഗ്രഹ കേന്ദ്രം, സാറ്റലൈറ്റ് സെൻറ്റർ. കേരളത്തിലെ സർവകലാശാലകളൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്തൊരാശയമാണ് മഹാത്മാഗാന്ധി സർവകലാശാല മുന്നോട്ട് വെക്കുന്നത്. സർവകലാശാലയുടേതായ ഒരു സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ അനാലിസിസ് സ്റ്റഡീസ് നടത്തിക്കൊണ്ടുള്ള നമ്മുടെ സർവകലാശാല അത്തരം ഒരു സാറ്റലൈറ്റ് ഉപയോഗിക്കുക, സ്വന്തമായി ഒരു സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ചുമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിയാണ് പ്രഖ്യാപിക്കപ്പെട്ടുള്ളത്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് റജി സക്കറിയ, ബിജു തോമസ്, ഡോക്ടർ ജോജി അലക്സ്, രജിസ്ട്രാർ പ്രൊഫസർ ബിസ്മി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.